വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ലഹരി ഉപയോഗ കേന്ദ്രം കുറ്റിപ്പുറം പോലീസ് കണ്ടെത്തി തകർത്തു. കുറ്റിപ്പുറം തങ്ങൾപടി വാസുപടിയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി ആധുനിക സൗകര്യങ്ങളോടെ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. വെള്ളിയാഴ്ച വാസുപടിയിൽ നടന്ന അപകട സംഭവത്തെ തുടർന്ന് നാട്ടുകാരുടെ ശ്രദ്ധ ഈ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞത്. അപകട സ്ഥലത്ത് അമിത വേഗതയിൽ ബൈക്കിലെത്തിയ യുവാവിനെ പിന്തുടർന്ന നാട്ടുകാർക്ക് തോന്നിയ സംശയം പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. അപകട സ്ഥലത്തെത്തിയ കുറ്റിപ്പുറം എസ് ഐ ശ്രീനിവാസന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് വാടക വീട് ലഹരി കേന്ദ്രമായി മാറ്റിയിരുന്നതായി കണ്ടെത്തിയത്. പോലീസിനെ കണ്ടതോടെ സ്ഥലത്തുണ്ടായിരുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലഹരി ഉപയോഗത്തിനായി പ്രത്യേകമായി സജ്ജീകരിച്ച മുറികളും ചുമരുകളിലെ എഴുത്തുകളും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സ്വർഗം എന്ന തരത്തിൽ ചിത്രീകരിച്ച മുറികളിൽ ചാർലി, ബെർലിൻ, ചുവന്ന കണ്ണ്, വലിയ ചിരി, റൂഹിന് വിട, ടോക്സിക് തുടങ്ങിയ കോഡ് പേരുകളും ഭീകര ചിത്രങ്ങളും ചുമരുകളിൽ വരച്ച നിലയിലായിരുന്നു. പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 685 ഗ്രാം കഞ്ചാവും പുകവലിക്കാൻ ഉപയോഗിക്കുന്ന 3 ഫർണസുകളും പോലീസ് കണ്ടെടുത്തു. വിദ്യാർത്ഥികൾ സ്ഥിരമായി ഇവിടെ എത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുനാവായ സ്വദേശി 23 വയസ്സുള്ള മുഹമ്മദ് ദിൽഷാദ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പോലീസ് കസ്റ്റഡിയിലായി. കൂടുതൽ വിവരങ്ങൾക്കായി കുറ്റിപ്പുറം സിഐ എം മണികണ്ഠന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വീട് വാടകയ്ക്കെടുത്ത് ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി സംവിധാനം ഒരുക്കിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം. എസ് ഐ ശ്രീനിവാസൻ, SK, ASI അമ്പിളി, ശ്യാം, ലിബിൻ, ഷെറിൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.